അപ്പോ ഇതിന്റെ ഒരു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എങ്ങനെ വേണമെങ്കിലും ഭാവിയിൽ ആയിപ്പോവാം. ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് ന്യൂസുകളിൽ വന്നിരുന്ന പഴയൊരു ന്യൂസാണ്. അത് പിന്നെയും അതിന്റെ കേസിൽ എന്തൊക്കെയോ റീസെന്റ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ ന്യൂസിൽ പിന്നെയും വന്നതാണ്. നമ്മൾ എല്ലാവരും കേട്ടതാണ് കേതൽ ജിൻസൺ രാജ എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുടെ ഒരു സ്ഥലം നന്ദൻകോട്ട കൊലപാതകം അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിന്റെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് അയാളുടെ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവൻ കൊന്നു കളഞ്ഞെന്ന് മാത്രമല്ല പുറത്തറിയാതിരിക്കാൻ ആ ഡെഡ് ബോഡീസ് മുഴുവൻ കത്തിക്കുകയും ഒക്കെ. അപ്പൊ ആദ്യം പോലീസ് ഇയാളാണ് ഈ ക്രൈം ചെയ്തത് എന്ന് ഒരു നിഗമനത്തിൽ എത്തുമ്പോ ആളെ ചോദിച്ചപ്പോ ആള് ആദ്യം പറയുന്നത് ആള് കുറെ കാര്യങ്ങൾ പരീക്ഷിച്ചതാണ്. അതായത് സംതിങ് ലൈക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ സംതിങ് ലൈക്ക് ദാറ്റ്, അതൊക്കെ പരീക്ഷിച്ചതാണ് എന്നാണ് ആദ്യം ആള് കൊടുത്ത മൊഴി. പക്ഷെ പിന്നീട് ഉള്ള ചോദ്യം ചെയ്യലിലാണ് ആൾക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന കുറെ ട്രോമാസ്, അതായത് ആളുടെ പാരന്റ്സ് അവർ വർക്കിംഗ് പാരന്റ്സ് ആയിരുന്നു. അവര് ഈ കുട്ടികളിന്മേൽ ഓവർ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് ഈ കുട്ടിയെ ഒരുപാട് ഫോഴ്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതായത് പഠിത്തത്തിൽ കുറെ എക്സലന്റ് ആവാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നു. അപ്പം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ട്രോമയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സിനോടൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവുകയാണ് ചെയ്തത്. ആ പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം ആ വീട്ടിൽ നടന്നതെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ വന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു അങ്ങേയറ്റം എക്സ്റ്റെൻഡിൽ പോയ ഒരു എക്സ്ട്രീം കേസാണ്. പക്ഷെ ഇത്ര ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുവേ വരുന്ന ഇതിന്റെ ഇങ്ങനെ വളരുന്ന കുട്ടികളിൽ മേൽ ഉണ്ടാവുന്ന ഒരു വളർന്നു വലുതായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം, അവര് പിന്നീട് പാരന്റ്സുമായിട്ട് യാതൊരു ഇന്ററാക്ഷൻ നിൽക്കാറില്ല. അതായത് വൺസ് ദേ ആർ ആൻ അഡൽട്ട്, അവർക്ക് വീടിന് പുറത്തു പോകാൻ ഒരു സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കി പോവാണ് ചെയ്യുക. അവർ പിന്നീട് ഈ ചെറുപ്പത്തിലുണ്ടായ അവരുടെ എക്സ്പീരിയൻസസ് മൂലം പിന്നീട് ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എക്സ്ട്രീമിലേക്ക് കുട്ടികൾ പോയി ഇങ്ങനെ അവരുടെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ഭയങ്കര ലൈഫിൽ ഭയങ്കര സബ്മിസീവ് ആവും. സബ്മിസീവ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോഴും തെറിച്ച് പോകണമെന്നില്ല. ഭയങ്കര സബ്മിസീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ ഒരു സാധനം ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ അവർ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയി. ഇനി ഒരു ഫാമിലി ലൈഫിലേക്ക് അവർ പോയാൽ പോലും അവർ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയി ആ ഒരു എക്സ്ട്രീം ഒരു ഘട്ടത്തിലേക്ക് പോകും. അല്ലെങ്കിൽ അവർ റെബല്യ നമ്മള് റിബല്യസ് ആയ കേസുകളാണ്. ഇപ്പം വേറെ ഒന്ന് വന്നതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇടയ്ക്കൊരു തൊപ്പി തരംഗം വന്നിരുന്നത്. അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിബല്യസ് ഫോമിനെയാണ് നമ്മളവിടെ കാണുന്നത്. അതേസമയം ആളുകൾ അധികം ചർച്ച ചെയ്യാത്തൊരു സാധനമാണ് വളരെ സബ്മിസീവായി ഒതുങ്ങി സ്വന്തം ജീവിതത്തിലെ ബേസിക് ഡിസിഷൻസ് പോലും പ്രോപ്പർലി എടുക്കാൻ കഴിയാതെ പേരൻസിന്റെ അടുത്തോ ആരെടുത്തോ ഒന്ന് എതിർത്ത് സംസാരിക്കുന്ന സ്ഥലത്ത് അതിന് കഴിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. ഇത് രണ്ടും നമ്മളൊരു പേരന്റായി ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ഇത് രണ്ടും നല്ലതല്ല. കാരണം നമ്മളുടെ ഒരു കാലം കഴിഞ്ഞ് നമ്മുടെ കുട്ടി ജീവിക്കണം എന്നും അവര് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നും അവരുടെ ലൈഫിൽ നല്ല ഡിസിഷൻസ് എടുക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അങ്ങനല്ലേ ജോലി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഈ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്തോ ഒരു ഭാഗ്യം കണ്ട് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒത്തിരി എക്സ്ട്രീം ലെവലിലോട്ട് ഇതുപോലത്തെ കേതൽ ജിൻസൺ രാജ് അതുപോലത്തെ എക്സ്ട്രീം ലെവലിലോട്ട് പോകാത്തത്. എല്ലാവരും അതിന്റെ ഒരു പകുതി വരെയുള്ള സ്റ്റേജിൽ വരും. വീട്ടുകാരുടെ ഇതുപോലെ പ്രശ്നം കൊണ്ട് പകുതി വരെ വരും. ബാക്കി ഇതുപോലെ ഇപ്പൊ കേതൽ വരാൻ കാരണം ചിലപ്പോൾ പുള്ളിക്കാരന് വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പ്രശ്നങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അവരെ ആശ്വസിപ്പിക്കാൻ അല്ലെ വേറെ സംസാരിക്കാനോ കൂട്ടുകാരൊന്നും വേറെ കാണത്തില്ലായിരിക്കും. അപ്പൊ പുള്ളിക്കാരൻ അത് തന്നെ മനസ്സിലിട്ട് അതിനെ വളർത്തി അതിനെ ലാസ്റ്റ് ഇങ്ങനൊരു സ്റ്റേജിലേക്ക് വരാൻ കാരണം ഈ വീട്ടുകാരുടെ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പൊ അതേപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അവരുടെ എന്തുകൊണ്ട് ഇത്ര ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു കാരണം ചിലപ്പോൾ അതായിരിക്കും, കൂട്ടുകാരായിരിക്കും. സാഹചര്യം കൊണ്ടോ ഇനി ഓരോരുത്തരുടെ നേച്ചറും അവിടെ ഒരു വലിയ റോളാണല്ലോ. ചിലര് ഇപ്പൊ ഒരു നെഗറ്റീവ് അപ്രോച്ച് വന്നാല് പല ടൈപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ചിലര് ഒരു നെഗറ്റീവ് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നേരെ അതിന് എഗൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ചിലര് ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ എസ്കേപ്പ് ചെയ്യുക എന്ന് ആലോചിക്കുന്നവരായിരിക്കും. ചിലര് അത് സഹിച്ചു നിൽക്കുന്നവരായിരിക്കും. അപ്പൊ പല രീതിയിലാണ് നമ്മുടെ ഒരു ഇങ്ങനത്തെ ത്രെറ്റ്സിനോടുള്ള ഒരു റെസ്പോൺസ് നമ്മളിൽ നിന്ന് വരുന്നത്. അപ്പൊ അതുപോലെ ഓരോ കാറ്റഗറി ഈ പറഞ്ഞ പോലെ ചിലര് റെബല്ലിയസ് ആവും, ചിലര് ഈ എക്സ്ട്രീം പോവും. ജോലി പറഞ്ഞ പോലെ ചിലര് ഈ എൻവയൺമെന്റ് കാരണം അതൊരു ആ എക്സ്ട്രീം കേസിലോട്ടൊക്കെ പോകുന്നവരുണ്ട്. ഇവിടെയാണ് നമ്മൾ ഹ്യൂമൻസ് ഡിഫറെന്റ് ആവുന്നത്. ഇപ്പൊ നമുക്ക് ഇവരാർക്കും നമ്മൾ ഈ പറഞ്ഞതോ സംസാരിച്ചതൊന്നും ഈ ആളുകളുടെ ചെയ്തിക്കോ
ഈ ആളുകൾ ആയിത്തീർന്നതിനൊന്നും ന്യായീകരണമല്ല. ഇതൊക്കെ അവരുടെ പേരൻസ് കാരണമാണ്, സൊസൈറ്റി കാരണമാണ്, അതുകൊണ്ടൊക്കെ ശരിയാണ് എന്നൊന്നല്ല നമ്മൾ പറഞ്ഞേക്കണം. മറിച്ച് നമുക്ക് ഒരു ഹ്യൂമൻസിന്റെ ഒരു പ്രത്യേകതയാണ്, ദേ ക്യാൻ ഡിസൈഡ് എഗനസ്റ്റ് ദ എവരിത്തിങ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും നമ്മളോട് ഒരു സാധനം പറയുമ്പോഴും അതിന് ആ ഒരു, അതായത് ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്ന ഒരു 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 ലോകത്തിലെ ഒരു എന്താ പറയാ, ഒരു ക്രിയേഷനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഡിസഗ്രി അവർക്ക്, അതായത് ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ പല നെഗറ്റീവ്സ് എനിക്കറിയാം, പല നെഗറ്റീവ്, ഈവൻ ചില പേരൻസ് അവരുടെ കുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ പറയുന്നതാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് വളർത്തപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ, അവർക്ക് കുറ്റബോധം തോന്നി കഴിഞ്ഞിട്ട് അവർ പറയുന്നതാണ്, എന്നെ വളർത്തിയതിന്റെ പ്രശ്നമാണ് എന്നാണ് അവർ പറയാം. അല്ല, അവർക്കൊരു ഡിസിഷൻ എടുക്കാം, ഞാൻ അങ്ങനെ ഒരു പേരന്റ് ആവൂല എന്ന്. ഇപ്പൊ ചിലര് പിന്നാണെങ്കിൽ എന്താ പറയാ, അവര് പറയും അബ്യൂസീവായ ഹസ്ബൻഡോ അബ്യൂസീവായ വൈഫോ ആണെങ്കിൽ അവർ പിന്നീട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കണത് എന്ന് പറയുന്നത്, അത് എൻ്റെ ഒരു ഫാമിലിയുടെ സാഹചര്യം കൊണ്ട് എനിക്കതാണ്, എൻ്റെ അനുഭവങ്ങളാണ് അത്, നീ അതങ്ങനെ അങ്ങോട്ട് ക്ഷമിക്കണം എന്നാണ് പറയുക. വേറെ ചിലർ പറയണത്, ഇപ്പം ചിലർ പറയും ഒരു എഡ്യൂക്കേഷനിൽ മോശമായി ഒരു ഇതില്, എൻ്റെ സ്കൂളിൽ എൻ്റെ ടീച്ചർ എന്താ പറയുക ഭയങ്കര മോശമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പഠിക്കാഞ്ഞത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയല്ലോ, ഇതൊക്കെ റീസൺസ് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയാണ് ഹ്യൂമൻസ് വ്യത്യസ്തരാകുന്നത്. ദേ ഹാവ് എ ഡിഫറെന്റ് ചോയ്സ്. ഇതിനിടയിലും ഒരാൾക്ക് തീരുമാനം എടുക്കാൻ കഴിയും, എനിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പോകാമെന്ന്. ഇല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോൾ അംബേദ്കറിനെ പോലെ അങ്ങനെ, അതായത് ഒരു സൊസൈറ്റിയെ ഫുൾ അടിച്ചമർത്തിയിട്ടിരുന്നപ്പം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമജ്ഞനും ഏറ്റവും അക്കാഡമീഷ്യനും ഒക്കെ ആയ ചിലപ്പം എന്താ പറയാ, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ, ഡേ ഫോർ എഡ്യൂക്കേഷൻ അംബേദ്കറിന്റെ പേരിലാവണം എന്നുള്ള എന്താ പറയാ, ഡേ ഓഫ് എഡ്യൂക്കേഷന്റെ എന്താ പറയാ ദിവസം എന്ന് പറയുന്നത് അംബേദ്കറിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. കാരണം ആ ഒരു സാഹചര്യത്തിൽ നിന്നും, അതായത് ഒരു വെള്ളിക്കരണ്ടിയും ഇല്ലാതെ, വെള്ളിക്കരണ്ടി അല്ല, സ്കൂളിന്റെ ഉള്ളിൽ കയറ്റാതെ പുറത്ത് നിർത്തിയിരുന്ന ഒരു ആളിൽ നിന്നും ഹി റീച്ച് ടു ദാറ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല, ആ രൂപത്തിൽ അയാള് ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ ഇതൊരു അയാളുടെ മുന്നിലുണ്ടായിരുന്ന ചോയ്സസും എല്ലാത്തിനും എന്ത് ചെയ്യായിരുന്നു, ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കുകയാണ്. ഇതാണ് ഹ്യൂമൻസ്. അപ്പം നല്ലൊരു മെസ്സേജ് ആണ് അല്ലെ, നമുക്ക് നമ്മുടെ സാഹചര്യത്തിനെ കുറ്റം പറഞ്ഞ് നിൽക്കാനാണെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് എവ്രി വൺ ക്യാൻ. അതുപോലെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കാനും, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് വ്യത്യസ്തമായി പ്രവർത്തിച്ച് ഒരു നല്ലൊരു സക്സസിലേക്ക് എത്താനും. നമ്മൾ ഇതുവരെ പറഞ്ഞത് എല്ലാം ഒരു എക്സ്ട്രീം കേസസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പോലും ഡിസ്കസ് ചെയ്യാൻ എടുക്കാതെ വെച്ചിരുന്ന കുറച്ച് ഒരു ഇതാണ് വളരെ കോമൺ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് പ്രാക്ടീസസ്. അത് ഈവൻ ദേ ഡോണ്ട് നോ ദാറ്റ് ദീസ് ആർ ദ റോങ് പ്രാക്ടീസ്. അത് അവർക്ക് പോലും അറിയില്ല ഇതൊക്കെ റോങ് ആണ്, ഇങ്ങനല്ല ഒരു കുട്ടിയോട് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയെ എന്തുമാത്രം ഇത് ബാധിക്കും എന്നുള്ള ചിന്തയിൽ പോലും വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ എനിക്ക് പോലും അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ ക്രിങ്ങിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് നോളജ് നമുക്ക് വരുമ്പോഴാണ് അത് അങ്ങനെയാണല്ലേ എന്നൊരു തോട്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നു, അത് അങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ പാസ് ചെയ്ത് പോവാണ് ചെയ്യുക. അതൊരു തെറ്റാണ് എന്ന് പോലും നമുക്കങ്ങനെ മനസ്സിലാവൂല. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതില് ഒന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അടിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എപ്പോഴും എടുത്തിട്ട് ബ്രൂട്ടലായിട്ട് അടിക്കുന്ന കാര്യമല്ല. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുട്ടി എന്തെങ്കിലും വളരെ റോങ് ആയിട്ട് എന്തെങ്കിലും ആയിരിക്കാൻ ചെയ്തത്, അതിന് ഒരു പരിഹാരമായിട്ട് പേരൻസ് കാണുന്ന ഒരു കാര്യമാണ് അടിക്കുക എന്ന് പറയുന്നത്. അത് ഒരുപാട് എന്നും നടക്കുന്ന ഒരു കാര്യം ആവണം എന്നില്ല. മേ ബി ഒരു 2 weeks വൺസോ അങ്ങനെ ആയിരിക്കാം സംഭവിക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ ശരിയാവൂല. അതെ, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് ഇടയ്ക്ക് ഒരു അടി കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചത്തേക്ക് പിന്നെ കുഴപ്പമില്ല, അത് പിന്നെ 2 ആഴ്ചത്തേക്ക് ഭയങ്കര ഓക്കെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോവില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രകടമായ രീതിയിൽ അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇത് അവരുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ ബാധിക്കും. ഇത് അവരെടുക്കുന്ന തീരുമാനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്.
ഇങ്ങനെയുള്ള കുറെ അപ്രോച്ചസ്, കുട്ടികളോട് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന കുറെ അപ്രോച്ചസ് ഭാവിയിൽ അവർ എന്ത് തീരുമാനങ്ങൾ എടുക്കും എന്നതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.